ലീഗിനെ വി ഡി സതീശൻ വെള്ളം കുടിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ ലീഗ് വെള്ളം കുടിപ്പിക്കുന്നത് ഈ മുങ്ങിത്താണ് പോകുന്ന അവസ്ഥയിലാണ്. ലീഗ് നമുക്കറിയാം വളരെ പ്രശസ്തമായ വിജയമാണ്, വളരെ തിളക്കമാർന്ന വിജയമാണ് ഇക്കുറി ലീഗ് നേടിയത്. കോൺഗ്രസിന് കരുത്തേകുന്ന വലിയ ശക്തിയായി ലീഗ് കേരളം അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചിരുന്നു എന്നതിലും ഒരു തർക്കവുമില്ല. പക്ഷേ ജയിച്ച് വന്നപ്പോൾ 102 സീറ്റിൻ്റെ മികവോടുകൂടി UDF അധികാരത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന PK കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയും PMA സലാമും സാദിഖ് അലി തങ്ങളുമൊക്കെ വെറും വേസ്റ്റുകളായി VD സതീശൻ പരിഗണിക്കുന്നു. വെറും വേസ്റ്റ്. അതിന് കാരണം പല പ്രമുഖ തീരുമാനങ്ങളും എടുക്കുമ്പോൾ ലീഗിൻ്റെ അഭിപ്രായം പോലും ഈ മന്ത്രിമാർ തേടുന്നില്ല എന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെയോ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെയോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ലീഗുകാരനായിരുന്നിട്ട് കൂടി അദ്ദേഹത്തോട് ഒരു വാക്ക് ചോദിക്കാതെയുള്ള നയസമീപനങ്ങളാണ് VD സതീശൻ്റെ മിനിസ്ട്രി, VD സതീശൻ്റെ കോൺഗ്രസ് ചെയ്യുന്നത് എന്നാണ് പരക്കെ വിമർശനം. ലീഗിനെ എന്തിനാണ് ഇവർ ഇത്രമാത്രം അടിച്ചമർത്തുന്നത് എന്ന ചിന്ത സ്വാഭാവികമായും നിങ്ങൾക്ക്, ലീഗുകാർക്ക് മാത്രമല്ല എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. കാരണം അത്രമാത്രം തിളക്കമാർന്ന വിജയത്തിന് പിന്നിൽ ലീഗിൻ്റെ അക്ഷീണമായ പരിശ്രമം ഉണ്ടായിരുന്നു. അവരുടെ വോട്ട് ജയിച്ച എല്ലാ കോൺഗ്രസ്സുകാർക്കും കൃത്യമായി കിട്ടിയിട്ടുണ്ട്. അല്ല കോൺഗ്രസ് വലിയേട്ടൻ മനോഭാവം ഒന്നും കാണിക്കണ്ട. ലീഗിൻ്റെ വോട്ടില്ലായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു ഇത്ര തിളക്കമാർന്ന വിജയമൊന്നും UDFന് ലഭിക്കില്ലായിരുന്നു. എന്നിട്ട് ലീഗിന് എന്തിന് പുറങ്കാലുകൊണ്ട് തള്ളണം, ചവിട്ടി തള്ളണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ PM ശ്രീ പദ്ധതിയൊക്കെ വരുന്നത്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കിക്കൊള്ളാൻ വയ്യാതിരിക്കുകയാണ് VD സതീശൻ. അതിൻ്റെ ഉദാഹരണമാണ് VD സതീശനും റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഇപ്പോൾ 3 VCമാർ മോഹൻ ഭാഗവതിൻ്റെ പരിപാടിയിലൊക്കെ പങ്കെടുത്തല്ലോ, RSS പരിപാടിയിൽ. അപ്പോൾ VD സതീശനെ തിരിച്ച് BJPക്കാർ ട്രോൾ ചെയ്ത് എങ്ങനെയാണ്, നിങ്ങൾ പണ്ട് RSS പരിപാടിയിൽ പങ്കെടുത്ത കാര്യം മറന്നു പോകരുത്, നിങ്ങൾ ആദ്യം ക്ഷമ പറയണം, അത് കഴിഞ്ഞിട്ട് പിന്നെ VCമാർ പറഞ്ഞാൽ മതി എന്ന തരത്തിൽ ട്രോൾ ചെയ്തൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ VD സതീശൻ ഈ VCമാർ അവിടെ പോയതിനെയോ, VCമാർക്ക് എവിടെ വേണം പോകാം, അതൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള സംഘടനയുമായി അസോസിയേറ്റ് ചെയ്യുന്നത്, അത് വർഗീയതയുമായി അസോസിയേറ്റ് ചെയ്യുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നല്ലതല്ല എന്ന പൊതുബോധം നിൽക്കുമ്പോഴാണ് VCമാർ അവിടെ പോയി തല കുനിച്ചു കൊടുക്കുന്നത്, എന്നിട്ട് ഇന്ന് ചാണകം കയറ്റിക്കോ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഇതിനെ ലീഗുകാർ എതിർക്കണം. ലീഗിന് എതിർപ്പുണ്ട്. ലീഗ് കേരളത്തിൽ ലീഗ് മതേതര പാർട്ടിയാണ്. ലീഗ് നിഷ്പക്ഷമായി നിൽക്കുന്ന പാർട്ടിയാണ്. അതിനൊന്നും ഒരു തർക്കവുമില്ല. കണ്ണടച്ച് പറഞ്ഞാലും ഉറങ്ങിക്കിടക്കുമ്പോൾ വിളിച്ചു ചോദിച്ചാലും ലീഗ് മതേതര പാർട്ടിയാണെന്ന് കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിയും പറയും. ഇവിടെ ലീഗിനെ UDF തഴഞ്ഞൊരു മൂലയ്ക്ക് ഇരുത്തിയിട്ടുണ്ട്. കാരണം PM ശ്രീയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഒപ്പിട്ട് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കേന്ദ്രം നൽകും. പകരം കേരളം ചെറിയ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ മതി. അതെന്താണ്? സാക്ഷാൽ മോദിജിയുടെ ചിത്രം, ശില്പം, ഫ്ലെക്സ് ഇതൊക്കെ സ്കൂളിൻ്റെ പ്രവേശന കവാടത്തിൽ വയ്ക്കണം. സ്കൂളിൽ മോദിയുടെ മുദ്ര വേണം. അത് മാത്രമേ ഉള്ളൂ നിർബന്ധം. ഈ നിർബന്ധത്തിന് വഴങ്ങാൻ സമ്മതമില്ല എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാർ ഇതെടുത്ത് PM ശ്രീ പദ്ധതി തന്നെ മരവിപ്പിച്ച് കളഞ്ഞത്. അപ്പോൾ ഇവിടെ UDF ലീഗിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടില്ല, KM ഷാജിയുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല, ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ PK കുഞ്ഞാലിക്കുട്ടിയുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല, PMA സലാമിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടില്ല. PMA സലാം പറഞ്ഞ UDF കൂടട്ടെ ഇപ്പോൾ പറയാമെന്നാണ്. എന്നാൽ UDF എന്ന് കൂടുമെന്ന കാര്യത്തിൽ PMA സലാമിനും അറിവില്ല, കുഞ്ഞാലിക്കുട്ടിക്കും അറിഞ്ഞുകൂടാ, ആർക്കും അറിയില്ല. സർക്കാരിൻ്റെ മധുവിധു മാസം 1 കഴിഞ്ഞു, പക്ഷേ മധുവിധു തീർന്നിട്ടില്ല. എടുക്കുന്നതൊക്കെ വലിയ പൊല്ലാപ്പുകളാണ്. നിയമനങ്ങൾ പിൻവാതിൽ നിയമനമെന്നല്ല, ഇഷ്ടക്കാർക്ക് നിയമനം കൊടുക്കുന്നു, സർക്കാരിനെതിരെ വാദിക്കുന്ന ആളിന് നിയമനം കൊടുക്കുന്നു, ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ ഓരോരോ ശ്രമങ്ങൾ നടത്തുന്നു. അവിടെയെല്ലാം ലീഗിനെ തഴയുന്നു. ലീഗിന് കണിശമായും കിട്ടേണ്ട അർഹതപ്പെട്ട സ്ഥാനങ്ങൾ പോലും ലീഗിന് കൊടുക്കാതെ കോൺഗ്രസ്സുകാരെല്ലാം ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇത് ലീഗ് എങ്ങനെ സഹിക്കുന്നു എന്നുള്ളതാണ്. KM ഷാജിയൊക്കെ ഉണ്ടോ അവിടെ, PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടോ അവിടെ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം ലീഗിനെ ഇങ്ങനെ കൊഞ്ഞനം കുത്താൻ പാടില്ല VD സതീശനും അതുപോലെ തന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കളും.